ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4-നകത്ത് സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് പോളിമർ കെമിസ്ട്രിയിൽ സ്റ്റീരിയോ ഐസോമർസ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐസോമർസ് എന്താണെന്നുള്ളതും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ഫ്ലോ ചാർട്ട് പോലെ നമ്മൾ വരച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഐസോമർസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ആണ്. സ്ട്രക്ചറൽ ഐസോമർസ് എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ 5 ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചാണ്. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്റ്റീരിയോ ഐസോമർസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൺഫർമേഷൻ ആൻഡ് കോൺഫിഗറേഷനിലാണ് വരുന്നത്. അതിൻ്റെ അകത്തെ കോൺഫിഗറേഷനിനകത്ത് വരുന്ന ഒപ്റ്റിക്കലും ജിയോമെട്രിക്കലും. അതിൻ്റെ അകത്ത് ജിയോമെട്രിക്കൽ ഐസോമർസത്തിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ ഇൻ ഡബിൾ ബോണ്ട് ആൻഡ് ഇൻ റിങ്സിൻ്റെ അകത്തുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒപ്റ്റിക്കൽ ഐസോമർസത്തിനകത്ത് വരുന്നത് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണെന്നുള്ള സ്റ്റീരിയോ ഐസോമർസം എന്താണെന്നുള്ളതാണ് പറയുന്നത്. സ്റ്റീരിയോ ഐസോമർസം എന്ന് പറയുന്നത് എറേസസ് ഡ്യൂ ടു ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റം ഈസ് കോൾഡ് സ്റ്റീരിയോ ഐസോമർസം. ഈ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിന് ചുറ്റും ഇപ്പോൾ സി ഡബിൾ ബോണ്ട് സി കോമ്പൗണ്ട്, അതിനകത്ത് കാർബണ് ചുറ്റും ഹൈഡ്രജൻ CH3 അല്ലേ, മീഥൈൽ ഗ്രൂപ്പ്. ഇങ്ങനെ ഈ രണ്ട് കാർബൺ ആറ്റത്തിന്, അതായത് കാർബൺ ആറ്റത്തിന് ചുറ്റും ഉള്ള ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്, ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതായത് ഈ CH3 ഇങ്ങോട്ട് മാറാം അല്ലേ, അതുപോലെ തന്നെ CH3 തിരിച്ചിങ്ങോട്ട് വരാം, അത് അങ്ങനെ ഉണ്ടാകുന്ന സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചുണ്ടാകുന്ന ഐസോമർസമാണ് സ്റ്റീരിയോ ഐസോമർസം എന്ന് പറയുന്നത്. ഈ ഐസോമർസത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കൺഫർമേഷണൽ ഐസോമർസം ആൻഡ് കോൺഫിഗറേഷണൽ ഐസോമർസം. ഇനി കോൺഫിഗറേഷണൽ ഐസോമർസം എഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ജിയോമെട്രിക്കൽ ഐസോമർസം അല്ലേ. കോൺഫിഗറേഷനകത്ത് ഐസോമർസം ക്ലാസിഫൈഡ് ഇൻറ്റു ജിയോമെട്രിക്കൽ ഐസോമർസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമർസം. ഇനി ഈ ജിയോമെട്രിക്കൽ ഐസോമർസത്തിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ ഇൻ ഡബിൾ ബോണ്ട് ആൻഡ് റിങ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ജിയോമെട്രിക്കൽ ഐസോമർസം എന്താണെന്നുള്ളത് നോക്കാം. ജിയോമെട്രിക്കൽ ഐസോമർസം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേങ്കിൽ അതിനകത്തുള്ള സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്, ആറ്റത്തിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കും, വ്യത്യാസമായിരിക്കും. അത് വരുന്നത് ഡബിൾ ബോണ്ട് ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ലെങ്കിൽ റിംഗ് സ്ട്രക്ചറിലുള്ള വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഒരു എക്സാമ്പിൾ എഴുതിയാണ്, അതുപോലെ തന്നെ എഴുതാം. കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ഇതിനകത്ത് ഹൈഡ്രജൻ CH3, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ CH3. ഈ CH3 എന്ന് പറയുന്നത് ഇങ്ങോട്ട് മുകളിലോട്ട് ഹൈഡ്രജൻ്റെ അങ്ങോട്ട് വരാം, ഹൈഡ്രജൻ തിരിച്ചിങ്ങോട്ടും വരാം. അങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസം, അതിനെയാണ് ആ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസിനെ ഡ്യൂ ടു ആണ് ഡിഫറൻസ് വെച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോമർസം, അതായത് ജിയോമെട്രിക്കൽ ഐസോമർസം ഫോം ചെയ്യുന്നത്. അല്ല എങ്കിൽ റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സൈക്ലിക് കോമ്പൗണ്ടാണ്. ഈ സൈക്ലിക് കോമ്പൗണ്ടിന് എങ്ങനെയായിരിക്കും, സൈക്ലിക് കോമ്പൗണ്ടിൽ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ CH3, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ CH3, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെയും CH3. ഈ ഹൈഡ്രജൻ മാറി ഇങ്ങോട്ടും, ഈ CH3 മാറി ഹൈഡ്രജൻ്റെ അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നത്. അതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്, ജിയോമെട്രിക്കൽ ഐസോമർസം ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ജിയോമെട്രിക്കൽ ഐസോമർസം അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ഐസോമർസം എങ്ങനെയാണ്, എറേസസ് ഡ്യൂ ടു ദ ഡിഫറൻറ്റ് ഇൻ ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം, CH3 ആകാം, ഹൈഡ്രജൻ ആകാം, ഏത് വേണേലും ആകാം, അറൗണ്ട് എ ഡബിൾ ബോണ്ട് ഓർ റിംഗ് സ്ട്രക്ചർ ഈസ് കോൾഡ് ജിയോമെട്രിക്കൽ ഐസോമർസം. ഓക്കെ, ഇനി ജിയോമെട്രിക്കൽ ഐസോമർസം ഇൻ ഡബിൾ ബോണ്ട് അല്ലേ. ജിയോമെട്രിക്കൽ ഐസോമർസം ഇൻ ഡബിൾ ബോണ്ടാണ് നമ്മളിനി ഫസ്റ്റ് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ. നോക്കിയേ, ഇവിടെ ഈ എക്സാമ്പിൾ തന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്. സി ഡബിൾ ബോണ്ട് സി, മേളിൽ CH3 അല്ലേ, മേളിൽ CH3, ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ, അപ്പം ഈ രണ്ട് CH3 ഒരേ രീതിയിൽ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ, മേളിൽ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പറയുന്ന ഫോമാണ് സിസ് ഫോം എന്നാണ് പറയുന്നത്. അതുപോലെ ഹൈഡ്രജൻ ഒരേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്, സിസ് ഫോം. ഇതിൻ്റെ പേര് cis-butene ആണ്. നമുക്ക് ഫോം ഏതാണെന്ന് ചോദിക്കുന്നത് സിസ് ഫോം.
അതുപോലെ തന്നെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ, അതായത് സിസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ കോമ്പൗണ്ട് ഒരേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിനെ സിസ് ഫോം എന്നും, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കോമ്പൗണ്ട് ഒരേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അതായത് ഡബിൾ ബോണ്ട് സി, മുകളിൽ ഹൈഡ്രജൻ, ഇവിടെ CH3, ഇവിടെ ഹൈഡ്രജൻ CH3 അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഹൈഡ്രജനും CH3 ഇത് രണ്ടും ഡിഫറെൻറ്റ് കോമ്പൗണ്ടാണ്, അത് ഒരേ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ഫോം. അതുപോലെ തന്നെ താഴെ അതുപോലെ എങ്ങനെയല്ലേ വന്നേക്കുന്നത്, CH3 ഹൈഡ്രജൻ H അല്ലേ. ഒരേ സൈഡിൽ ഒരേ കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് സിസും, ഒരേ സൈഡിൽ ഡിഫറെൻറ്റ് കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് ട്രാൻസും ആയിരിക്കും. അപ്പം ഈ ഐസോമറിസം, അതായത് സിസും ട്രാൻസും ഐസോമർ ഫോം ചെയ്യാനായിട്ട് കാരണം, അതായത് വേറൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് നോക്കിയേ, ജിയോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഡബിൾ ബോണ്ട് നോക്കിയേ, വെൻ കാർബൺ ആറ്റംസ് ആർ ജോയിൻഡ് ബൈ എ ഡബിൾ ബോണ്ട് ഫ്രീ റൊട്ടേഷൻ, അതായത് ഈ രണ്ട് കാർബൺ ആറ്റവും കൂടെ ജോയിൻ ചെയ്തേക്കുക, അതിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ റെസ്ട്രിക്റ്റഡാണ്, ഇവിടെ റൊട്ടേഷൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ സിസും ട്രാൻസും ഐസോമറിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബോണ്ട് റെസ്ട്രിക്റ്റഡ് ആൻഡ് ദ ടു സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ഈച്ച് കാർബൺ ആറ്റംസ് ആർ ഡിഫറെൻറ്റ്. ജിയോമെട്രിക്കൽ ഐസോമറിസം എറൈസസ്, അത് ഏതൊക്കെയാണ് വരുന്നത്, സിസ് ഫോമും വരാം, ട്രാൻസ്ഫോമും വരാം. ഓക്കെ, ഇനി ജിയോമെട്രിക്കൽ ഐസോമറിസം ഇൻ സൈക്ലിക് കോമ്പൗണ്ട്. ഇപ്പോൾ സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇത് തന്നെ സൈക്ലിക് കോമ്പൗണ്ട് അല്ലേ, കാർബൺ 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 കാർബൺ. അതുപോലെ തന്നെ നോക്കി, ഇത് ഇവിടെ തന്നെ പറഞ്ഞുതരാം. അതായത് ഒരേ സൈഡിൽ ഇത് മുകളിലായിട്ട് ഒരേ രീതിയിൽ CH3 താഴെ HH ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സിസ് ഫോം ആയിരിക്കും. സെയിം സൈഡിൽ സെയിം സാധനം വന്നു കഴിഞ്ഞാൽ സിസ് ആയിരിക്കും. അതേസമയം ഹൈഡ്രജൻ ഇവിടെ CH3 ഇവിടെ ഹൈഡ്രജൻ, ഇതൊരുപോലെ ഇത് ഡിഫറെൻറ്റിലേ വന്നേക്കുന്നത്. ഈ ഫോമിനെ നമ്മൾ എന്താ പറയുന്നത്, ട്രാൻസ്ഫോം എന്ന ഡൈമീഥൈൽ സൈക്ലോപ്രൊപ്പൈൻ ആണിത്. ഇനി അടുത്തത് അതായത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സൈക്ലോബ്യൂട്ടൈൻ്റെ സിസ് ഫോം എന്ന് പറയുന്ന ഒരേ സൈഡിൽ COH വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, സിസ് ഫോം ആയിരിക്കും. ഡിഫറെൻറ്റ് സൈഡിൽ COH വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ട്രാൻസ്ഫോം ആയിരിക്കും. നോക്കിയേ, ഇതിനകത്ത് വരുന്ന ജിയോമെട്രിക്കൽ ഐസോമറിസം എറൈസസ് ഇൻ സൈക്ലിക് സ്ട്രക്ചർ ഓർ റിംഗ് സ്ട്രക്ചർ ഡ്യൂ ടു ദ റെസ്ട്രിക്റ്റഡ് ഫ്രീ റൊട്ടേഷൻ ഓഫ് കാർബൺ ആറ്റംസ് അബൌട്ട് ദ ആക്സിസ്. അതിനകത്ത് ഫ്രീ റൊട്ടേഷൻ സാധ്യമല്ല, കൺഫർമേഷൻ സാധ്യമല്ലാത്തത് കൊണ്ട് വരുന്ന ഐസോമറാണ് ഏതെന്ന് പറയുന്നത്, സിസ് ആൻഡ് ട്രാൻസ് ഐസോമർ എന്ന് പറയുന്നത്. അപ്പം ഐസോമറിസത്തിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സ്ട്രക്ചറൽ ഐസോമറിസം ആയിരുന്നു. സ്ട്രക്ചറൽ ഐസോമറിസത്തിനകത്ത് ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, ടോട്ടോമറിസം ആൻഡ് മെറ്റാമറിസം എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചായിരുന്നു അല്ലേ. ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പഠിച്ചത് സ്റ്റീരിയോ ഐസോമറിസത്തിനകത്ത് കൺഫർമേഷനിലും ഉണ്ട്, കോൺഫിഗറേഷനിലും ഉണ്ട്. ആ കോൺഫിഗറേഷനിലകത്തെ ജിയോമെട്രിക്കൽ ഐസോമറിസം മാത്രമാണ് പഠിച്ചേക്കുന്നത്. ഒപ്റ്റിക്കൽ ഐസോമറിസം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ജിയോമെട്രിക്കൽ ഐസോമറിസത്തിനകത്ത് ഇൻ ഡബിൾ ബോണ്ടും അതുപോലെ തന്നെ ഇൻ റിങ്സിൻ്റെ അകത്തെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്